ഹായ് ഡിയർ സ്റ്റുഡൻസ് ആൻഡ് പാരൻസ്. ഇപ്പോൾ തംബ്നെയിൽ കണ്ടതുപോലെ MCC ഓൾ ഇന്ത്യ അലോട്ട്മെൻ്റ് ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലുണ്ട് അല്ലേ. കുറച്ച് റിസ്ക് ആണ്, കാരണം നിങ്ങൾക്കറിയാൻ മോസ്റ്റ് ഓഫ് ദ കേസ് ഒരുപാട് വീഡിയോ സീരീസ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അത്യാവശ്യമായിട്ട് നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റിന് MCC അലോട്ട്മെൻറ്റിന് പോകുമ്പോൾ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഓപ്ഷൻ ലിസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുക, അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് കൊടുക്കുക, ആ കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ആദ്യത്തെ സ്ലൈഡിലേക്ക് പോവാം. ഇത് ഞാൻ കുറച്ച് സ്ലൈഡുകളായിട്ട്, അതായത് ഒരുപാട് ബ്ലാ 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 പറയുന്നതിന് പകരം കൃത്യമായിട്ടുള്ള പോയിന്റുകളായിട്ട് സ്ലൈഡായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ സ്ലൈഡിലേക്ക് പോവാം. ഇതെവിടെ കാണുന്നുണ്ടല്ലോ അല്ലേ. എന്താ ഇവിടെ കാണുന്നത്? എന്തിനാണ്, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കാണ് ഈ അലോട്ട്മെൻറ്റ്? ആദ്യത്തെ ഒരു ചോദ്യമാണ് അല്ലേ. ഒരു പാരൻ്റ് അല്ലെങ്കിൽ ഒരു കുട്ടി ഈ ഒരു അലോട്ട്മെൻറ്റ് പോകുമ്പോൾ ആദ്യമായിട്ടുള്ള ഫസ്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇതിൽ പങ്കെടുക്കുക എന്നുള്ളത്. ഇപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാം ആരൊക്കെയായാലും പങ്കെടുക്കുന്നത്. രാജ്യത്തെ എല്ലാ സംസ്ഥാനത്തിലെയും അല്ലേ, നമ്മുടെ കർണാടക, കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും 15% സീറ്റുകൾ. അതായത് നിങ്ങൾക്ക് നീറ്റ് വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, ഓൾ ഇന്ത്യ കോട്ടയിൽ എവിടെ വേണമെങ്കിലും പോയി പഠിക്കാം. 15% സീറ്റുകൾ. രാജ്യത്ത് തന്നെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടായ എയിംസിലേക്കുള്ള സീറ്റുകൾ അതിൽ അവൈലബിൾ ആണ്. ജിപ്മറിലേക്കുള്ള സീറ്റുകൾ അവൈലബിൾ ആണ്, കാണുന്നുണ്ടല്ലോ അല്ലേ. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൻ്റെ അണ്ടറിൽ വരുന്ന പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജുകൾ അത് അവൈലബിൾ ആണ്. AFMC ഏതൊരു മെഡിക്കൽ ആസ്പിരൻ്റ് സ്വപ്നമായ ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് അത് അവൈലബിൾ ആണ്. പിന്നെ ESI മെഡിക്കൽ കോളേജുകൾ അവൈലബിൾ ആണ്. പിന്നെ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ, അതായത് കർണാടകത്തിലെ കസ്തൂർബ മെഡിക്കൽ കോളേജ് പോലുള്ള ഉയർന്ന ഫീസുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റികൾ അവൈലബിൾ ആണ്. പിന്നെ നോർത്തിൽ ഡൽഹി ഏരിയയിലാണ് കൂടുതലുള്ളത്. BSc നഴ്സിംഗ് കോളേജുകൾ അവൈലബിൾ ആണ്. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക, രാജ്യത്തെ എല്ലാ BSc നഴ്സിംഗ് കോളേജുകൾ, സ്ഥാപനങ്ങളൊക്കെ നീറ്റിൻ്റെ അണ്ടറിൽ വരുന്നതല്ല. സ്പെഷ്യലൈസ്ഡ് ആയ വളരെ ചുരുക്കം ചില BSc നഴ്സിംഗ് കോളേജുകൾ മാത്രമാണ് അതിനുള്ളത്. അപ്പോൾ ഈ ആദ്യത്തെ ചോദ്യത്തിനുള്ള മിക്ക കുട്ടികളും ചോദിക്കുന്ന, പാരൻസ് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഏതൊക്കെ ടൈപ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇതിൽ പങ്കെടുക്കുന്നതെന്നാണ്. അപ്പോൾ അതിൽ തന്നെ വളരെ പ്രീമിയം ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൽ നിങ്ങളുടെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് അത് ഇപ്പോൾ കാണുന്നുണ്ടല്ലോ, പ്രധാനപ്പെട്ട BSc നഴ്സിംഗ്, ബാക്കി നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. എയിംസ്, ജിപ്മറൊക്കെ നോക്കണ്ട. പ്രധാനപ്പെട്ട BSc നഴ്സിംഗ് കോളേജുകൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇന്ന് ഓപ്ഷൻ ലിസ്റ്റ് തുറക്കുന്ന സമയത്ത് ഇതിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻ അവിടെ കാണാം. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ പ്രധാനപ്പെട്ട കോളേജുകളെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. രാജ്കുമാരി അമൃത് കൗർ കോളേജ് ഓഫ് നഴ്സിംഗ് ന്യൂഡൽഹി, ലേഡി ഹാർഡിൻ മെഡിക്കൽ കോളേജ് ന്യൂഡൽഹി, അങ്ങനെ തുടങ്ങി ESIC കോളേജ് ഓഫ് നഴ്സിംഗ് ബാംഗ്ലൂർ വരെയുള്ള വിവിധ നഴ്സിംഗ് കോളേജുകൾ, വളരെ ചുരുക്കം ചില കോളേജുകൾ മാത്രമേ ഉള്ളൂ. ഇതാണ് നഴ്സിങ്ങിനെ കുറിച്ചുള്ള അതിൻ്റെ ഇൻഫർമേഷൻ. പ്രത്യേകം ശ്രദ്ധിക്കുക, എയിംസിൻ്റെ നഴ്സിംഗ് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവില്ല, കാരണം സെപ്പറേറ്റ് എൻട്രൻസ് ആണ്. ജിപ്മർ നഴ്സിംഗിന് സെപ്പറേറ്റ് ആയിട്ടുള്ള അപ്ലിക്കേഷനാണ് വിളിക്കുക, ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല. ഇനി അത് തപ്പിക്കൊണ്ടിരിക്കേണ്ട, സമയം കളയേണ്ട, നോക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ആരാണ് ഇതിൽ പങ്കെടുക്കേണ്ടത് എന്നുള്ള കാര്യമാണ്. ആരാണ് ഇതിൽ പങ്കെടുക്കേണ്ടത്? കാണുന്നുണ്ടല്ലോ, ആരാ ഇതിൽ പങ്കെടുക്കേണ്ടത്? ഇതിലെല്ലാവരും പങ്കെടുക്കണോ? കേരളത്തിലെ നീറ്റ് സ്കോർ അല്ലെങ്കിൽ നീറ്റ് ക്വാളിഫൈഡ് ആയ എല്ലാവരും പങ്കെടുക്കണോ? ഇപ്പോൾ ജനറലായിട്ട് ആരാണ് പങ്കെടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ചാൻസ്, നമുക്കറിയാം ഓൾ ഇന്ത്യ ക്വാട്ടയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് MBBS അഡ്മിഷൻ കിട്ടാൻ 555, 565 മാർക്കാണ് നമ്മൾ കണക്കാക്കുന്നതെങ്കിലും ഒരു 540 മാർക്ക് അല്ലെങ്കിൽ ഒരു 520 മാർക്കിൻ്റെ മുകളിലൊക്കെ മാർക്ക് കിട്ടിയ കുട്ടികൾക്ക്, നീറ്റിൽ 520 മാർക്കിൻ്റെ മുകളിൽ മാർക്ക് കിട്ടിയ കുട്ടികൾക്ക്, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് MBBS കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക്, ഉയർന്ന ഫീസ് കൊടുത്ത് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പോകേണ്ട എന്ന് ആഗ്രഹമുള്ള എല്ലാ കുട്ടികൾക്കും പങ്കെടുക്കാം. അപ്പോൾ ഒരു MBBS ആസ്പിരൻ്റ് ജനറൽ വിഭാഗത്തിലുള്ള 520 പ്ലസ് 530 പ്ലസ് ഒക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുക്കാം, ഇന്ത്യയിൽ എവിടെയെങ്കിലും പോകാൻ വില്ലിങ് ആണെങ്കിൽ. രണ്ടാമതായിട്ട് BDS, നമുക്കൊരു 500 മാർക്ക് വരെയൊക്കെ, 490, 500 മാർക്ക് വരെയുള്ള കുട്ടികൾക്ക് BDSൻ്റെ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. BDSും കൂടി ഇതിൽ വരുന്നുണ്ട്. ഒരു 470 പ്ലസ് ഒക്കെ ഉള്ള കുട്ടികൾക്ക് BSc നഴ്സിംഗ്, കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല നഴ്സിങ്ങിൻ്റെ കാര്യം, എന്നൊരു അപ്രോക്സിമേറ്റ് 470 പ്ലസ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്താ, ഇത്രയും സ്കോറുള്ള കുട്ടികളാണ് ജനറൽ ഇതിൽ പങ്കെടുക്കേണ്ടത്. പക്ഷേ നിങ്ങൾക്കൊരു 350, 400 മാർക്കൊക്കെ ഉള്ളൂ, നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം കാശുണ്ട്, നിങ്ങൾക്ക് ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ പങ്കെടുക്കാം, ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ പോവാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടെ പങ്കെടുക്കാം. പക്ഷേ ജനറൽ വിഭാഗത്തിലുള്ള കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ രണ്ടാമത്തെ ഒരു ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു ആരൊക്കെയാണ് ഈ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കേണ്ടത്. പിന്നെ പലപ്പോഴും ഒരു കുട്ടികൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എനിക്കൊരു 610 മാർക്ക് കിട്ടി, ഞാൻ കേരളത്തിലാണ് അഡ്മിഷൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ഞാനിതിൽ പങ്കെടുക്കണോ? 610 മാർക്ക് കിട്ടിയ കുട്ടിയാണ്, തീർച്ചയായിട്ടും നിങ്ങൾ ഓൾ ഇന്ത്യ ക്വാട്ട അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണം. കാരണം ഓൾ ഇന്ത്യ ക്വാട്ട വഴി നിങ്ങൾക്ക് MBBS അഡ്മിഷൻ കേരളത്തിൽ മാത്രം കൊടുക്കാം. അങ്ങനെ കേരളത്തിൽ കൊടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് മറ്റുള്ള കുട്ടികൾക്കും ഒരു പ്രയോജനമായിരിക്കും. അത് മാത്രമല്ല, വളരെ നേരത്തെ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ആവുകയും ചെയ്യും. അതുകൊണ്ട് ഒരു 610, 605, എബോവ് 600 അല്ലെങ്കിൽ 600 പ്ലസ് ഉള്ള കേരള അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുക്കാം എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഇനി ഇതിൻ്റെ ഇപ്പം ഇതിൽ കാണുന്നുണ്ടല്ലോ, എന്താ ഇവിടെ കാണുന്നത്, ഏതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കൗൺസിലിംഗ് ഷെഡ്യൂൾ, അതിൻ്റെ ഡേറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്.
ആദ്യത്തെ അലോട്ട്മെന്റ് നടക്കുന്നത് റൗണ്ട് 1, 4 റൗണ്ടുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. റൗണ്ട് 1 നടക്കുന്നത് 4-ാം തീയതി തുടങ്ങിയിട്ട് 17-ാം തീയതി കംപ്ലീറ്റ് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ പിന്നാലെ പറഞ്ഞിട്ടുണ്ട്. 17 ആകുമ്പോഴത്തേക്ക് ഫസ്റ്റ് റൗണ്ടിന്റെ റിസൾട്ട് വരണം. അങ്ങനെയാണ് ഇതിന്റെ കണക്ക്. നീണ്ടുപോകുമെന്ന് അറിയില്ല. പിന്നെ രണ്ടാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 24 മുതൽ സെപ്റ്റംബർ 2 വരെയാണ്. മൂന്നാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് സെപ്റ്റംബർ 10 മുതൽ സെപ്റ്റംബർ 18 വരെയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഒഴിവ് വരുന്ന സീറ്റുകളാണ് സ്റ്റേ വേക്കൻസി റൗണ്ടിൽ പോകുന്നത്. അത് നടക്കുന്നത് സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 3 വരെയാണ്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ കേരള അലോട്ട്മെന്റ് ഉണ്ടാവും. പിന്നെ ആയുഷ് അലോട്ട്മെന്റും കാര്യങ്ങളൊക്കെ തൊട്ട് പിന്നാലെ വരും. അതൊക്കെ പിന്നീട് ഓൾ ഇന്ത്യ വെറ്റിനറി അലോട്ട്മെന്റ് വരാനുണ്ട്. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഉള്ള ഈ ഷെഡ്യൂൾ ശ്രദ്ധിക്കുക. സ്റ്റേറ്റ് കൗൺസിലിംഗ് അതിൻ്റെ ഇടയിൽ 13 മുതൽ 22 വരെ ഡേറ്റിന് കേരള സ്റ്റേറ്റ് കൗൺസിലിംഗ് കൂടെ തുടങ്ങും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഓപ്ഷൻ ലിസ്റ്റ് പ്രിപ്പറേഷൻ അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പായിട്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൻ്റെ ഫീച്ചേഴ്സാണ് പല കുട്ടികൾക്കും സംശയമുള്ളത്. ഏതൊക്കെ റൗണ്ടുകളുണ്ട്, ഈ റൗണ്ടുകൾ ഒരു റൗണ്ടിൽ നിന്ന് മറ്റൊരു റൗണ്ടിലേക്ക് പോകാൻ പറ്റും, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്കിവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ലൈഡാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു സ്ലൈഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ മക്കൾ അവിടെ കാണുന്നതെന്ന് ശ്രദ്ധിച്ചേ. റൗണ്ട് 1 നിങ്ങൾക്ക് ആദ്യമായിട്ട് നിങ്ങൾക്ക് ഫ്രഷ് ഓപ്ഷൻസ് കൊടുക്കാം. അതായത് ഫ്രഷ് രജിസ്ട്രേഷൻ ചെയ്യാം. കാരണം ആദ്യമായിട്ട് തുടങ്ങുന്ന റൗണ്ടാണല്ലോ റൗണ്ട് 1. ഫ്രഷ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്യാം. നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്യാം. പിന്നെ അവിടെ ഫ്രഷ് ചോയ്സസ് ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ചോയ്സസ് അവൈലബിൾ ആവുന്ന റൗണ്ട് 1 കാരണം ഇതുവരെ ഒരു അലോട്ട്മെൻറ്റ് നടന്നിട്ടില്ല. അപ്പോൾ ധാരാളം കോളേജുകൾ, ധാരാളം സീറ്റുകൾ റൗണ്ട് 1 ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് ഫ്രീ എക്സിറ്റ് ഉണ്ട്. റൗണ്ട് 1 നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ കിട്ടുന്നു, ഗ്വാളിയോറിൽ ഒരു അഡ്മിഷൻ കിട്ടുന്നു, അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ അഡ്മിഷൻ കിട്ടുന്നു, അഹമ്മദാബാദിൽ അഡ്മിഷൻ കിട്ടുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവിടെ വേണ്ട, നിങ്ങൾക്ക് പോകണം, തിരിച്ചു പോകണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രീ എക്സിറ്റ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് വലിയൊരു തുക നഷ്ടപ്പെടുന്ന പ്രശ്നം അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ എത്രയാണ് തുക അടക്കുന്നതൊക്കെ കൃത്യമായിട്ട് ഞാൻ പിന്നീട് പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ റൗണ്ട് 1 ഫ്രീ എക്സിറ്റ് ഉണ്ട്. പിന്നെ റൗണ്ട് 1 ഫ്ലോട്ട് ഉണ്ട്. ഫ്ലോട്ട് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? 2 പ്രധാനപ്പെട്ട ടേംസ് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന് ഫ്ലോട്ട്, 2 ഫ്രീസ്. ആദ്യം ഫ്രീസ് പറഞ്ഞുതരാം. റൗണ്ട് 1 എനിക്കൊരു കോളേജ് കിട്ടി. ഫോർ എക്സാമ്പിൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തൃശ്ശൂർ MBBS കിട്ടി റൗണ്ട് 1. ഞാൻ തൃശ്ശൂർക്കാരനാണ്, എനിക്ക് തൃശ്ശൂർ മതി, അല്ലേ? എനിക്ക് തൃശ്ശൂർ മതി, എനിക്ക് വേറെ എവിടത്തേക്കും പോകേണ്ട ആവശ്യമില്ല. അപ്പോഴും ഞാൻ സെലക്ട് ചെയ്യേണ്ടത് ഫ്രീസ്. ഞാനിവിടെ ഫ്രീസായി. തൃശ്ശൂർ ഞാൻ ഫ്രീസ് ആവാണ്. തൃശ്ശൂരിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകാൻ എനിക്ക് ആഗ്രഹമില്ല. ഞാൻ തൃശ്ശൂർ ഫ്രീസായി. ഫ്രീസ്, ഇതാണ് ഫ്രീസ്. ഇനി എനിക്ക് ആഗ്രഹം തൃശ്ശൂർ എനിക്ക് കിട്ടി, പക്ഷേ എനിക്ക് തൃപ്തിയില്ല. എനിക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ എനിക്ക് ട്രിവാൻഡ്രത്തേക്ക് പോകണം, തിരുവനന്തപുരത്തേക്ക് പോകണം. അപ്പോൾ ഞാൻ കൊടുക്കേണ്ടത് ഫ്ലോട്ട്. ഞാൻ തിരുവനന്തപുരത്തേക്ക് ഇങ്ങനെ ഒഴുകി പോവാണ്. എനിക്ക് ഒഴുകണം, എനിക്ക് ഒഴുകി പോകണം, അല്ലേ? ഞാൻ അങ്ങനെ ഒഴുകി പോകണം. മറ്റ് കോളേജുകളിലേക്ക് എനിക്ക് ഒഴുകി പോകണം. മറ്റ് കോളേജിലേക്ക് ഒഴുകി പോകണം, ചുമ്മാ പറഞ്ഞ് മറ്റ് കോളേജിലേക്ക് എനിക്ക് അപ്ഗ്രേഡ് ചെയ്യണം. ദാറ്റ് ഇസ് റൈറ്റ് വേർഡ്. മറ്റ് കോളേജിലേക്ക് എനിക്ക് അപ്ഗ്രേഡ് ചെയ്യണം. ഈ കിട്ടിയ സീറ്റ് പോരാ, മറ്റു കോളേജിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ട ഓപ്ഷൻ എന്താ? ഫ്ലോട്ട്. അപ്പോൾ കിട്ടിയത് മതി, അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഫ്രീസ്, കിട്ടിയത് പോരാ, അടുത്തേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്ലോട്ട്. ഇതാണ് 2 പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. പ്രത്യേകം ശ്രദ്ധിക്കുക. ആ സൗകര്യം നമുക്ക് ഫസ്റ്റ് റൗണ്ടിലുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് റൗണ്ടിലേക്ക് പോവാം. സെക്കൻഡ് റൗണ്ടിലേക്ക് പോകുന്ന സമയത്ത് ഫ്രഷ് രജിസ്ട്രേഷൻ ഉണ്ട്. പക്ഷേ ചില കോളേജുകളൊക്കെ, എയിംസ് പോലുള്ള ചില കോളേജുകളൊക്കെ ഫസ്റ്റ് റൗണ്ട് ആകുമ്പോഴത്തേക്ക് തീരും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ ഫ്രഷ് രജിസ്ട്രേഷൻ ഉണ്ട്. സെക്കൻഡ് റൗണ്ടിലും ഫ്രഷ് ചോയ്സസ് നിങ്ങൾക്ക് കിട്ടും. അവൈലബിൾ ആയിട്ടുള്ള ചോയ്സസ് ഉണ്ട്. ഫ്രഷ് രജിസ്ട്രേഷൻ ഉണ്ട്, ഫ്രഷ് ചോയ്സസ് ഉണ്ട്. രജിസ്ട്രേഷൻ എല്ലാവർക്കും ചെയ്യാം, വീണ്ടും ചെയ്യാം. ഫസ്റ്റ് റൗണ്ടിൽ പങ്കെടുക്കാത്തൊരു കുട്ടിക്ക് സെക്കൻഡ് റൗണ്ടിൽ വന്നിട്ട് ചെയ്യാം. പക്ഷേ കേരളത്തിലൊന്നും അങ്ങനെയല്ല. കേരള CE കൗൺസിലിംഗ് അങ്ങനെയല്ല. ഇവിടെ നിങ്ങൾ ഓൾ ഇന്ത്യൻ്റെ ഫസ്റ്റ് റൗണ്ടിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് റൗണ്ടിൽ വന്നിട്ട് ജോയിൻ ചെയ്യാം, ഒരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഫ്രഷ് രജിസ്ട്രേഷൻ ഉണ്ട് എന്ന് പറയുന്നത്. ഇനി എന്താ, ഫ്രഷ് ചോയ്സസ് ഉണ്ട്. അവിടെ അവൈലബിൾ ആണ്. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് ബാക്കിയുള്ള എല്ലാ ചോയ്സും അവൈലബിൾ ഉണ്ടാകും. പക്ഷേ അവിടെ ഫ്രീ എക്സിറ്റ് ഇല്ല. നിബന്ധനകൾക്ക് വിധേയമായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞില്ല, ഫ്രീ എക്സിറ്റ് ഉണ്ട്. അവിടെ ഇല്ല. ഇവിടെ ഫ്രീ എക്സിറ്റ് ചെയ്യാണ് നിങ്ങളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അങ്ങ് നഷ്ടപ്പെടും. അപ്പോൾ ഫ്രീ ആയിട്ട് ഇറങ്ങിപ്പോവാം എന്ന് ഏത് റൗണ്ടിൽ കാര്യം. ഇനി ഒരു റൗണ്ടിലും പറ്റില്ല, ഫസ്റ്റ് റൗണ്ടിൽ മാത്രമേ ഉള്ളൂ. ഫ്രീ എക്സിറ്റ് ഇല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷേ നിങ്ങൾക്ക് അവിടെ ഫ്ലോട്ട് കൊടുക്കാം. എന്ന് വെച്ചാൽ എന്താ, സെക്കൻഡ് റൗണ്ടിൽ കിട്ടിയ ഒരു സീറ്റ് നിങ്ങൾ തൃപ്തികരമല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് കൊടുക്കാം, ഫ്ലോട്ട് കൊടുക്കാം. അതാണ് അവിടെ ഫ്ലോട്ട് പോസിബിൾ ആണെന്ന് പറഞ്ഞത്. ഇനി പോകുന്നു റൗണ്ട് 3. റൗണ്ട് 3 എന്ന് പറയുന്ന സമയത്ത് അവിടെയും ഫ്രഷ് രജിസ്ട്രേഷൻ ഉണ്ട്. വീണ്ടും മൂന്നാമത്തെ റൗണ്ടിന് മാത്രമായിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. പിന്നെ അവിടെ എന്താണ്, അവൈലബിൾ സീറ്റ്സ് ഉണ്ടാവും. അവൈലബിൾ സീറ്റ്സ് ഫസ്റ്റും സെക്കൻഡും കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള സീറ്റ്സ് ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് ഫ്രീ എക്സിറ്റ് ഇല്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഫ്രീ എക്സിറ്റ് ഉള്ളത് ഏതിൽ മാത്രം? റൗണ്ട് 1 മാത്രമാണ്. പിന്നെ അതൊരു ഫൈനൽ അപ്ഗ്രേഡ് ആണ്. അവിടെ കഴിഞ്ഞു. അതായത് തേർഡ് റൗണ്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഔദ്യോഗികമായിട്ട് അലോട്ട്മെൻറ്റുകളില്ല. ഈ മോപ്പപ്പ് അല്ലെങ്കിൽ സ്റ്റേ വേക്കൻസി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സീറ്റുകൾ, അത് ബാക്കി ഉണ്ടെങ്കിലാണ്, ചില എത്ര ബാക്കിയുണ്ടെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായിട്ട് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ അവസരം തേർഡ് റൗണ്ടിൽ കഴിഞ്ഞു. ആ കാര്യം കൂടെ ശ്രദ്ധിക്കുക.
ഇതിലൊക്കെ ബാക്കി വരുന്ന സീറ്റുകളാണ് സ്റ്റേ വേക്കൻസി റൗണ്ട്. ആ സ്റ്റേ വേക്കൻസി റൗണ്ട് എന്ന് പറയുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ചില ചോയ്സുകൾ കിട്ടും. പക്ഷേ അവിടെ ഇനി നിങ്ങൾക്ക് ഫ്ലോട്ടോ ഫ്രീസോ ഫ്രീസ് ചെയ്യാം. ഫ്രീസ് ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രീസാണ്. പിന്നെ വീണ്ടും ഒരു അപ്ഗ്രഡേഷൻ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് അവിടെ ഫ്രീ എക്സിറ്റ് ചെയ്യാനും പറ്റില്ല. ഇതാണ് വിവിധ റൗണ്ടുകൾ. അപ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ചില സംശയങ്ങളാണ് ഈ റൗണ്ടിൽ ഞാൻ ക്ലിയർ ചെയ്തത്. ഈ വീഡിയോയിൽ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ഇതാണ്. എത്ര റൗണ്ടുകളുണ്ട്, ഈ റൗണ്ടുകളിൽ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് പങ്കെടുക്കാമോ, അപ്ഗ്രേഡ് ചെയ്യാമോ, ഫ്ലോട്ട് എന്താ, ഫ്രീസ് എന്താ, ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് കരുതുകയാണ്. ഓക്കെ, ഇനി സമയം കളയാതെ നമുക്ക് അടുത്തൊരു കാര്യത്തിലേക്ക് പോകാം. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന് എത്ര ഫീസാണ് അടക്കേണ്ടത്. അപ്പം നമ്മുടെ മുന്നിൽ ഇപ്പോൾ വരുന്ന റൗണ്ട് 1 ആണ്. ഇന്ന് 7-ാം തീയതി മുതൽ ഇപ്പോൾ റൗണ്ട് 1ൻ്റെ രജിസ്ട്രേഷൻ, ഓപ്ഷൻ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. എന്താണ് റൗണ്ട് 1ൻ്റെ പ്രത്യേകതകൾ? റൗണ്ട് 1ൻ്റെ പ്രത്യേകതകൾ നമുക്ക് ശ്രദ്ധിക്കാം. റൗണ്ട് 1ൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, mcc.nic.in എന്നുള്ള സൈറ്റ് വഴിയാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്നത്. ഇവിടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഉണ്ട്, രജിസ്ട്രേഷൻ ഫീ ഉണ്ട്. ജനറൽ അല്ലെങ്കിൽ EWS വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് 11,000 രൂപയാണ് നിങ്ങളുടെ ടോട്ടൽ ഫീസ് ഈ സമയത്ത് അടക്കേണ്ടത്. അതെന്താണ്? അതിൽ 1000 രൂപയാണ് അവർ പിടിച്ചു വെക്കുക. രജിസ്ട്രേഷൻ ഫീ അത് തിരിച്ചു കിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന സെക്യൂരിറ്റി റീഫണ്ടബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 10,000 രൂപ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. പക്ഷേ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് നിങ്ങൾ നിങ്ങളുടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഓൺലൈൻ ബാങ്കിങ്, നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങളുടെയോ നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെയോ നിങ്ങളുടെ ഫാദർ, മദർ ഇതിൽ ആരുടെയെങ്കിലും ആയിരിക്കണം. അക്ഷയ കേന്ദ്രത്തിൽ അവരുടെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട പ്രശ്നം ശ്രദ്ധിച്ചോളൂ. ഇത് തിരിച്ചു കിട്ടുന്ന എപ്പോഴാണെന്ന് കൃത്യമായിട്ടുള്ള ഡേറ്റും കാര്യങ്ങളൊന്നുമില്ല. ഒരു വർഷമൊക്കെ കഴിയും. 2027 മാർച്ചിലൊക്കെയാണ് തിരിച്ചു കിട്ടുക. ചിലപ്പോൾ അതിലും ഡിലേ ആവും. അവരുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടോ എന്ന കാര്യം അവർക്ക് അറിയില്ല. അപ്പോൾ നിങ്ങളുടെ പേയ്മെൻ്റ് ആണോ വന്നിട്ടുള്ള ആ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ നിങ്ങളുടെ തന്നെ റിലേറ്റീവ്സിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആൾക്കാരുടെ, ബന്ധുക്കളുടെയോ അടുത്ത സുഹൃത്തുക്കളുടെയോ ആ പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന് അറിയുന്ന ഇൻഫർമേഷൻ കിട്ടുന്ന ആൾക്കാരുടെ കാർഡുകൾ, ATM, ഡെബിറ്റ് കാർഡുകളൊക്കെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ 11,000 രൂപയാണ് ജനറൽ വിഭാഗത്തിൻ്റെ ഫീസ് വരുന്നത്. ഇതിൽ 10,000 രൂപ തിരിച്ചു കിട്ടും, 1000 രൂപ തിരിച്ചു കിട്ടില്ല. അത് SC/ST, OBC, PWD, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ഒക്കെ വരുന്ന സമയത്ത് 5,500 രൂപയാണ്. അതിൽ 500 രൂപ അവർ പിടിച്ചു വെക്കും. പിന്നെ 5,000 രൂപയാണ് നമുക്ക് റീഫണ്ടായിട്ട് പിന്നീട് കിട്ടുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന KMC, കസ്തൂർബ മെഡിക്കൽ കോളേജ് പോലുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ, ഈ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ പോകുമ്പോൾ വളരെ ഉയർന്ന തുക ആദ്യം തന്നെ അടക്കേണ്ടതുണ്ട്. 2,05,000 രൂപ ഇപ്പം അടക്കണം. അതായത് നിങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇപ്പോൾ 2,05,000 രൂപ അടക്കണം. അതിൽ 5,000 രൂപ തിരിച്ചു കിട്ടില്ല. 2,00,000 രൂപ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. എപ്പോഴ്? നമുക്ക് എവിടെ അഡ്മിഷൻ ലഭിച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഫീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 11,000, 5,500, 2,05,000 രൂപ. ആരാണ് 2,05,000 അടക്കേണ്ടത്? ഡീംഡ് യൂണിവേഴ്സിറ്റികളിലേക്ക് ഉയർന്ന ഫീസുള്ള 20 ലക്ഷം രൂപ വരെ മുകളിൽ ഫീസുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റികളിലേക്ക് പ്രവേശനം നേടുന്നവരാണ് 2,05,000ൻ്റെ ഫീസ് ഇപ്പോൾ തന്നെ അടക്കേണ്ടത്. ഓക്കെ, ശരി. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഓൺലൈൻ ട്രാൻസാക്ഷനൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലിങ്കൊക്കെ ആക്ടിവേറ്റ് ചെയ്യണം. പല ATM കാർഡുകളിലും ട്രാൻസാക്ഷൻ ലിമിറ്റ് ഉണ്ട്. 2 ലക്ഷം അടക്കാൻ പറ്റുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ പ്ലാൻ ചെയ്യണം. കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഡേറ്റുകളൊന്ന് ശ്രദ്ധിച്ച്. റൗണ്ട് 1ൻ്റെ രജിസ്ട്രേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് 12-ാം തീയതി വൈകിട്ട് 3 മണി വരെയാണ് റൗണ്ട് 1ൻ്റെ രജിസ്ട്രേഷൻ. ഓഗസ്റ്റ് 12-ാം തീയതി വൈകുന്നേരം 3 മണി വരെ രജിസ്ട്രേഷൻ. ഓഗസ്റ്റ് 12-ാം തീയതി വൈകുന്നേരം 6 മണി വരെ ഫീസ് അടക്കാം. ഇനി ചോയ്സ് ഫില്ലിങ് ഓഗസ്റ്റ് 13-ാം തീയതി രാവിലെ 11 മണി വരെയാണ്. ഓഗസ്റ്റ് 13 രാവിലെ 11 മണി വരെയാണ് ചോയ്സ് ഫില്ലിംഗ്, അതായത് ഏത് കോളേജുകൾ കൊടുക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത്. ആ ചോയ്സ് ലോക്കിംഗ് നടക്കുന്നത് ഓഗസ്റ്റ് 12-ാം തീയതി 4 മണി മുതൽ ഓഗസ്റ്റ് 13-ാം തീയതി 11 മണി വരെയാണ്. അപ്പോൾ നിങ്ങൾ കൊടുത്ത ചോയ്സുകൾ മറ്റാരും കയറി മാറ്റാതിരിക്കാൻ നിങ്ങളുടെ കൊടുത്ത ചോയ്സുകൾ ഫിക്സഡ് ആയിട്ട് വെച്ച് അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് ഇതാണ് ഞാൻ കൊടുത്ത ചോയ്സ് എന്ന് ഉറപ്പ് വരുത്താൻ അതൊന്ന് ലോക്ക് ചെയ്യുന്നത് നല്ലതാണ്. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റാർക്കും ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല കേട്ടോ. നിങ്ങളുടെ യൂസർ ID പാസ്വേഡൊന്നും മറ്റൊരാൾക്കും കൈമാറരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട സംശയം, ഈ ഒരു പോയിന്റ് ഇവിടെ തീർന്നല്ലോ. എന്താണ്, എപ്പോഴാണ് ഇതിൻ്റെ ഡേറ്റ്, എത്ര തുകയാണ് ഇപ്പോൾ കയ്യിൽ കരുതേണ്ടത്? അത് ക്ലിയർ ആയി എന്ന് വിചാരിച്ചുകൊണ്ട് അടുത്ത ഒരു പോയിന്റിലേക്ക് പോവാണ്. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇതാണ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം. ഒരുപാട് പോയിന്റ്സ് ഉള്ളതുകൊണ്ട് ഞാൻ വളരെ ചെറുതായിട്ടാണ് കാണാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇല്ലെങ്കിൽ ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയാം. എങ്ങനെയാണ് നമ്മൾ ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നത്? ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഓപ്ഷൻ ലിസ്റ്റിൻ്റെ പ്രിപ്പറേഷൻ നിങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് ഞാനിപ്പോൾ അവിടെ ഒരു സ്ലൈഡ് നിങ്ങൾക്ക് കാണാം. ഈ ഓപ്ഷൻ ലിസ്റ്റിൻ്റെ പ്രിപ്പറേഷനിൽ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉണ്ട് എന്ന് പറഞ്ഞ ഈ പോയിന്റാണ്.
നന്നായിട്ട് ശ്രദ്ധിക്കണം, നന്നായിട്ട് ശ്രദ്ധിക്കണം. ഈ 5 പ്രധാനപ്പെട്ട പോയിന്റ് നോട്ട് ചെയ്യാതെ നിങ്ങൾ ഒരു കാരണവശാലും ഈ ഓപ്ഷൻ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട്, ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളിൽ പോവുകയോ സ്വന്തമായി ചെയ്യുകയോ ചെയ്യരുത്. ആ 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നോ യുവർ മാർക്ക് റാങ്ക് പോസിബിലിറ്റീസ്. ഇപ്പോൾ സാധാരണ ഞാൻ കണ്ടുവരുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് 2 കുട്ടികൾ, അതായത് ഒരേ കോച്ചിങ് സെന്ററിൽ പഠിച്ച അല്ലെങ്കിൽ സൈലത്തിൽ പഠിച്ച 2 കുട്ടികൾ ഒരേപോലെ ഒരു അക്ഷയ കേന്ദ്രത്തിലേക്ക് പോകുന്നു. 2 പേരും ഒരേപോലെ ഓപ്ഷൻ കൊടുക്കുന്നു. ഒരാളുടെ മാർക്ക് 525, മറ്റയാളുടെ മാർക്ക് 416. ഇതെങ്ങനെയാണ് ശരിയാവുന്നത്? വളരെ തെറ്റായിട്ടുള്ള രീതിയാണ്. എന്തുകൊണ്ട്? 525 മാർക്ക് കിട്ടിയ കുട്ടിക്കും 416 മാർക്ക് കിട്ടിയ കുട്ടികളുടെ പോസിബിലിറ്റീസ് എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. പിന്നെ എങ്ങനെയാണ് ഇവർ ഒരേപോലെ ഓപ്ഷൻ കൊടുക്കുന്നത്? ഒരിക്കലും ചെയ്തുകൂടാത്തൊരു കാര്യമാണ്. അപ്പം നിങ്ങളുടെ മാർക്ക് എന്താണ്, അതിൻ്റെ സാധ്യതകൾ എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനുവേണ്ടി പ്രീവിയസ് റാങ്ക് മുമ്പേ തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ ഒരു സിംഗിൾ വീഡിയോ കണ്ട് ഇപ്പം ഞാൻ ചെയ്ത മാത്രം വീഡിയോ കാണുന്ന ഒരിക്കലും ഞാൻ പറയാം. ഡിഫറൻ്റ് ആയിട്ടുള്ള ആംഗിൾസ് നിന്ന് മൾട്ടിപ്പിൾ ലെവൽ ഓഫ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഒരു ഐഡിയ ഉണ്ടാക്കാം. എൻ്റെ മാർക്ക് എത്രയാണ്, എൻ്റെ റാങ്ക് എത്രയാണ്, ഈ പ്രാവശ്യം എനിക്ക് MBBS മാത്രം കൊടുത്താൽ കിട്ടാനുള്ള അർഹതയുണ്ടോ, അല്ല ഞാൻ അതിൻ്റെ കൂടെ BDS നേഴ്സിംഗ് കൂടെ ചെയ്യണോ, അല്ല ഞാൻ അതിൻ്റെ കൂടെ സ്റ്റേറ്റ് ക്വാളിറ്റിയിൽ പങ്കെടുക്കണോ, അല്ല ഞാൻ അതിൻ്റെ കൂടെ സെൽഫ് ഫിനാൻസിങ് കർണാടക തമിഴ്നാട് കൊടുക്കണം. ഈ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണം. അല്ലാതെ ചാടി കയറി അല്ലെ ഒരു അക്ഷയ കേന്ദ്രത്തിലേക്ക് പോയിട്ട് ഓപ്ഷൻ കൊടുക്കരുത് കേട്ടോ. അപ്പം നിങ്ങളുടെ മാർക്ക് എന്താണ്, നിങ്ങളുടെ റാങ്ക് എന്താണ്, അതിൻ്റെ സാധ്യത എന്താണ്, നിങ്ങൾക്ക് ഈ A പ്ലാൻ മാത്രം മതിയോ, അല്ല B പ്ലാൻ കൂടെ വേണോ, ഇപ്രാവശ്യം എനിക്കിതിൽ കിട്ടാൻ ചാൻസ് ഉണ്ടോ, അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യങ്ങളൊക്കെ മനസ്സിൽ വരണം. അപ്പം ഇങ്ങനെ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ സ്വയം ചോദിച്ചിട്ട് മാത്രം ഈ ഫസ്റ്റ് സ്റ്റെപ്പ് നോ യുവർ മാർക്ക് ആൻഡ് റാങ്ക് പോസിബിലിറ്റീസ് എന്നുള്ളത് അനലൈസ് ചെയ്യുക എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയാം. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെലക്ട് യുവർ കോഴ്സസ് എന്നാണ്. നിങ്ങൾക്കറിയാം ഓൾ ഇന്ത്യ MCC അലോട്ട്മെൻറ്റിൽ ആയുർവേദ, ഹോമിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സിദ്ധ ഇതൊന്നുമില്ല. ഇതിലാകെ 3 കോഴ്സുകളേ ഉള്ളൂ. അതേതൊക്കെ? MBBS, BDS, BSc നഴ്സിംഗ്, വളരെ ചുരുക്കം ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ തീരുമാനിക്കുക ഇതിൽ ഏതൊക്കെ കോഴ്സുകൾക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. MBBS മാത്രമാണോ? കാരണം ഒരു അക്ഷയ കേന്ദ്രത്തിൽ ഇരുന്ന് 4-5 പേരും ചുറ്റും നിൽക്കുമ്പോൾ ആ ചേച്ചി ചോദിക്കും ഏതൊക്കെയാണ് കൊടുക്കുന്നത്, MBBS വേണോ, ആ വേണം, നഴ്സിംഗ് വേണോ, അത് വേണം, BDS, ഇത് ചുമ്മാ ഇങ്ങനെ കൊടുത്തു വരികയാണ്. അപ്പോൾ അവിടെ പോകുന്നതിന് മുമ്പേ തന്നെ കൃത്യമായ ധാരണ ഉണ്ടാക്കുക. MBBS, BDS, നഴ്സിംഗ്, ഈ 3 കാര്യങ്ങളായില്ലേ, അതിൽ ഏതിലൊക്കെയാണ് നിങ്ങൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതാണ് രണ്ടാമത്തെ സുപ്രധാനമായ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്ന സമയത്ത് ഇന്ത്യയുടെ ഒരു മാപ്പ് നിങ്ങൾക്ക് അവിടെ കാണാം അല്ലേ. ഇന്ത്യയിലെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള പല സ്ഥലങ്ങളിൽ ചിതറിക്കിടക്കുകയാണ് മെഡിക്കൽ കോളേജുകൾ. അതിൽ ഏത് സംസ്ഥാനത്തിലേയും നിങ്ങൾക്ക് പോവാം. നിങ്ങൾക്ക് കാശ്മീരിൽ പോവാം, ഛത്തീസ്ഗഡ് പോവാം, ബീഹാർ പോവാം, മധ്യപ്രദേശ് പോവാം, ഹരിയാന പോവാം, തമിഴ്നാട് പോവാം, കർണാടക പോവാം, കേരളം മാത്രം മതി, അവിടെ പോവാം. പക്ഷേ ഇത് നേരത്തെ തീരുമാനമാക്കണം. ഇപ്പോൾ ഒരു ഓപ്ഷൻ പല കുട്ടികൾ എന്നോട് ചോദിക്കാറുണ്ട്, സാർ ഒരു ഓൾ ഇന്ത്യ ഓപ്ഷൻ ലിസ്റ്റ് ഉണ്ടാക്കി തരും. ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ഓപ്ഷൻ ലിസ്റ്റ് ഉണ്ടാക്കി തരിക? അത് നിങ്ങൾ പറയൂ. കാരണം നിങ്ങളുടെ പാരൻറ്റ് നിങ്ങളും ഏതൊക്കെ, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയൊക്കെ ആവുന്ന സമയത്ത് പെൺകുട്ടികൾ മോശമായതുകൊണ്ടോ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും കാര്യത്തിൽ കുഴപ്പം അല്ലെങ്കിൽ പിറകിൽ നിൽക്കുന്നതുകൊണ്ടോ അല്ല, പൊതുവെ പറയുന്നതാണ് പാരൻറ്റ് പറയുന്ന കാര്യം. സാറേ എൻ്റെ മകളാണ്, അപ്പോൾ ഞാൻ മകളായ എന്താ, അല്ല മകളാകുന്ന സമയത്ത് ഈ കുട്ടീനെ എങ്ങനെയാണ് ദൂരത്തേക്ക്, അപ്പോൾ ചില പെൺകുട്ടിയുടെ രക്ഷിതാക്കൾക്ക് ഒരു സേഫ്റ്റി ഇഷ്യൂ ഉണ്ടാവും. ആ ദൂരത്തേക്ക് എങ്ങനെ അവർ ഭയം ഉള്ളിലുണ്ടാവും. കാരണം ചുറ്റുപാട് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കേൾക്കുന്ന പല കാര്യങ്ങളുണ്ടാവും. അത് ആൺകുട്ടികളെ സംബന്ധിച്ച് ഇപ്പോൾ ഭയമുണ്ട്. അപ്പോൾ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ആ ഭയം ചിലപ്പോൾ രക്ഷിതാക്കളോട് ചോദിക്കും, സാറേ ഞാൻ ഈ ഛത്തീസ്ഗഡ്, മണിപ്പൂർ, ഈ ആസാം ഇങ്ങനത്തെ സ്ഥലത്തേക്ക് അയക്കുന്നില്ല എന്ന് പറയും. അത്തരം ഒരാൾക്ക് ഞാൻ ഇത്തരം സംസ്ഥാനങ്ങളിൽ ലിസ്റ്റ് എങ്ങനെയാണ് കൊടുക്കുക? അപ്പോൾ ശരിക്കും ഓപ്ഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ സംസ്ഥാനങ്ങളിലേക്ക് നിങ്ങൾ പോകാൻ റെഡിയാണ് എന്നുള്ള കാര്യം നേരത്തെ തന്നെ കൃത്യമായ തീരുമാനം ഉണ്ടാക്കുക. ഇതൊരു കാരണവശാലും അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് ചെയ്യരുത്. ഇപ്പോൾ കർണാടക മാത്രമാണോ, തമിഴ്നാട് മാത്രമാണോ, കേരളവും കർണാടകയും തമിഴ്നാടും ആണോ, ആന്ധ്രാപ്രദേശിലുണ്ടോ, തെലുങ്ക്, അത് നിങ്ങൾ വീട്ടിൽ നിന്ന് കൂട്ടായിട്ട് ചർച്ച ചെയ്തിട്ട് തീരുമാനം എടുത്തിട്ട് മാത്രം പോവുക എന്നുള്ളതാണ് മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ്. അതൊരിക്കലും എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഒരാൾക്കും ഒരു ചാറ്റ് GPTക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് മാത്രം തീരുമാനിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ അതിനുശേഷം നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മേക്ക് എ ലിസ്റ്റ് ഓഫ് സ്യൂട്ടബിൾ കോളേജസ് ഇൻ ഈച്ച് ഡിസൈഡ് സ്റ്റേറ്റ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സംസ്ഥാനത്തെയും ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. ഉദാഹരണത്തിന് നിങ്ങൾ കേരള, അതിന് ഞാനിത് സഹായിക്കുന്നുണ്ട് അടുത്ത പോയിന്റിൽ. കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലുങ്കാന, ഇത്രയും സംസ്ഥാനത്ത് സൗത്ത് ഇന്ത്യയിലാണ് നിങ്ങൾ പോകുന്നത് വിചാരിക്കാം. കൃത്യമായിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഏകദേശം ചില മോർ ദാൻ 300-400 കോളേജസ് ഉണ്ടാവും. ഈ 400 കോളേജിൻ്റെ അടുത്തുള്ള ലിസ്റ്റിൽ ഈ അക്ഷയ് പോയാൽ പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് നേരത്തെ തന്നെ ഒരു കടലാസിൽ എഴുതി തയ്യാറാക്കുക. അങ്ങനെയാണ് ഗുണം, നമുക്ക് തിരുത്തലുകൾ വരുത്താൻ എളുപ്പമാണ്.
ഇതിനുവേണ്ടി ഞാൻ പണ്ടേ നിങ്ങളുടെ 50 പേജ് 100 പേജ് ബുക്ക് വാങ്ങിച്ചിട്ട് ആ ബുക്കിൽ എഴുതി വെക്കാം ഓരോ കോളേജിൻ്റെ പേര്. ഇപ്പോൾ മൊബൈലാണ് പെട്ടെന്ന് നമുക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ എന്തെങ്കിലും തിരുത്തലോ വരുത്തലോ കട്ട് ചെയ്ത് ഒഴിവാക്കാം, അങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെ എഴുതി കൊണ്ടുപോകണം ഈ ഓപ്ഷൻസ് കേട്ടോ. കേരളത്തിൽ എത്രയാണ് കൊടുക്കുന്നത്, കർണാടകത്തിൽ എത്രയാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുക. ഈ ഓപ്ഷൻ ലിസ്റ്റ് ഒന്നും കൂടെ വായിച്ചു വെച്ച് കൺഫേം ദ ഫൈനൽ ഓപ്ഷൻ ലിസ്റ്റ് ബിഫോർ ദ ചോയ്സ് ഫില്ലിംഗ്. 2 3 കാരണം എത്രമാത്രം ശ്രദ്ധയോടെ നിങ്ങൾ 2 വർഷമോ 1 വർഷമോ 3 വർഷമോ കോച്ചിങ്ങിന് പോയിട്ട് ഇത് കിട്ടിയതായിരിക്കും. അപ്പോൾ അതിനേക്കാളും ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ് ഈ ചോയ്സ് ഫില്ലിംഗ്. അപ്പോൾ ഇത് 1 2 3 4 പ്രാവശ്യം നിങ്ങളുടെ ടൈം അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇത് കൺഫേം ചെയ്തിട്ട് മാത്രം അക്ഷയ കേന്ദ്രത്തിലേക്ക് പോവുകയോ അല്ലെങ്കിൽ സ്വയം ചെയ്യുകയോ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 5 പോയിന്റാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ശരി, അപ്പോൾ സമയം കളയുന്നില്ല, നേരെ അടുത്ത പോയിന്റിലേക്ക് പോവാം. ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഡിഫറൻറ്റ് സ്റ്റെപ്സ്. ഏകദേശം 16ഓളം സ്റ്റെപ്പുകളാണ് ഞാൻ അതിന് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ഞാനിപ്പോൾ ഓരോന്നായിട്ട് എടുത്ത് കാണിക്കാത്ത വീഡിയോൻ്റെ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ്. പിന്നെ അത് എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. നെയിം ഓഫ് സ്റ്റുഡൻറ്റ് എന്ന് വരുമ്പോൾ നെയിം ഓഫ് സ്റ്റുഡൻറ്റ് അടിച്ചു കൊടുക്കാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നെയിം ഓഫ് ഫാദർ വരുമ്പോൾ നെയിം ഓഫ് ഫാദർ അവിടെ കൊടുക്കുക, അത്രയില്ല. ആ എൻട്രി ഓപ്ഷൻ എൻട്രി കൊടുക്കാൻ പ്രത്യേകിച്ച് മീൻസ് ഡാറ്റ എൻട്രി കൊടുക്കാൻ പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല, ഈസിയായിട്ട് ചെയ്യാം. അപ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത്? നിങ്ങൾ പോകുമ്പോൾ കൊണ്ടുപോകേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് നിങ്ങളുടെ നീറ്റ് UG ആപ്ലിക്കേഷൻ നമ്പറും ആപ്ലിക്കേഷൻ ഫോമും പാസ്വേഡും അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തതുണ്ടാവുമല്ലോ. കഴിഞ്ഞ നീറ്റ് അപേക്ഷ കൊടുത്ത സമയത്ത് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ടാവും, അല്ല ആ പ്രിൻ്റ് ഔട്ട് കൊണ്ടുപോവുക. നിങ്ങളുടെ സ്കോർ കാർഡ് കൊണ്ടുപോവുക. ഇതൊന്നും അപ്ലോഡ് ചെയ്യാനില്ല. നിങ്ങളുടെ റോൾ നമ്പർ ആപ്ലിക്കേഷൻ നമ്പർ അതിലുണ്ടാവണം. പിന്നെ നിങ്ങൾക്ക് ആ നീറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ കൊടുത്ത മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും വേണം. ആ മൊബൈൽ നമ്പറിലേക്ക് ഇമെയിൽ ഐഡിയിലേക്ക് പാസ്വേഡ് വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ നീറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലുണ്ടായ മൊബൈൽ നമ്പറും മൊബൈലിലേക്ക് OTP വരും, ഇമെയിൽ ഐഡിയും കൂടെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ +2 SLC മാർക്ക് ലിസ്റ്റ്, ആധാർ കാർഡ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് കൊണ്ടുപോയിക്കോളൂ. SLC +2 മാർക്ക് ലിസ്റ്റ്, ആധാർ കാർഡൊക്കെ കൊണ്ടുപോവുക. പിന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് എടുക്കാനുള്ള ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഓൺലൈൻ ബാങ്കിങ് സംവിധാനങ്ങൾ ഇതും നിങ്ങളുടെ കയ്യിലുണ്ടാവണം കേട്ടോ. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഓൺലൈൻ ബാങ്കിങ് സംവിധാനങ്ങൾ ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം കേട്ടോ. പിന്നെ നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റ്, അതായത് നിങ്ങൾ തയ്യാറാക്കിയ ഓപ്ഷൻ ലിസ്റ്റ് ഇല്ലേ, നമുക്ക് 100 ഓപ്ഷൻസ് കൊടുക്കാം, 200 കൊടുക്കാം, 300 കൊടുക്കാം, എത്ര വേണമെങ്കിലും കൊടുക്കാം ഓപ്ഷൻ ലിസ്റ്റ്. അപ്പോൾ ഒന്നും കൂടെ പറയാം എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്. നിങ്ങളുടെ നീറ്റ് ആപ്ലിക്കേഷൻ കൊടുത്തതിൻ്റെ പ്രിൻ്റ് ഔട്ട് കൊണ്ടുപോവുക, നിങ്ങളുടെ സ്കോർ കാർഡ് കൊണ്ടുപോവുക, നിങ്ങളുടെ 10th 12th മാർക്ക് ലിസ്റ്റ് കൊണ്ടുപോവുക, നിങ്ങളുടെ ആധാർ കാർഡ് കൊണ്ടുപോവുക, പിന്നെ നിങ്ങളുടെ കാറ്റഗറി എലിജിബിലിറ്റി കാറ്റഗറി സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ അത് കൊണ്ടുപോവുക, കാറ്റഗറി നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൊണ്ടുപോവുക. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, പൈസ അടക്കാനുള്ള സൗകര്യങ്ങൾ അത് വേണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളായിട്ട് പിന്നെ നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റ് ഇത്രയും കാര്യങ്ങൾ കൊണ്ടുപോവുക. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് MCC. അത് പിന്നെ അവർ അക്ഷയയിലാണ്, പിന്നെ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, അവർക്ക് അറിയാം. ഫസ്റ്റ് സ്റ്റെപ്പ് അവർ MCCൻ്റെ സൈറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യും. പിന്നെ റീഡ് ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ്, ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ 1 by 1 ആയിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും, അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. പിന്നെ ന്യൂ രജിസ്ട്രേഷൻ, നിങ്ങൾക്ക് ഇതിൻ്റെ ഏറ്റവും ഇവിടെ മുകളിൽ കാണാം, ഈ മുകളിൽ കാണാം ന്യൂ രജിസ്ട്രേഷൻ അല്ലേ. ഈ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഈ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. ഈ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗമാണ് ക്ലിക്ക് ചെയ്യേണ്ടത്, കാരണം നിങ്ങൾ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതാണ്. ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. എൻ്റർ നീറ്റ് ഡീറ്റെയിൽസ്, നീറ്റ് പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. പിന്നെ നിങ്ങൾ OTP വെരിഫിക്കേഷൻ, നേരത്തെ പറഞ്ഞിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഇമെയിലിലേക്കും വരുന്ന OTP ഒന്ന് വെരിഫൈ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഒരു സ്ട്രോങ് പാസ്വേഡ്, ഒരു കാരണവശാൽ ഈ പാസ്വേഡ് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കരുത്. സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഉണ്ടാകും, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളർ എന്താണ്, പഠിച്ച സ്കൂൾ എന്താണ്, ഇങ്ങനത്തെ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ കൊടുത്ത പാസ്വേഡ് ഒന്നും കൂടെ വെരിഫൈ ചെയ്യുക, കൺഫേം ചെയ്യുക. നിങ്ങളുടെ പാസ്വേഡ് ഒരാൾക്കും ഒരു കാരണവശാലും ഷെയർ ചെയ്തു, വേറെ ആർക്കെങ്കിലും വേണം നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊളാക്കി മാറ്റാം, അതുകൊണ്ട് അത് കൊടുക്കരുതിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതിനുശേഷം വെരിഫൈ ആൻഡ് സബ്മിറ്റ് കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ്. പിന്നെ നിങ്ങളുടെ ഒരുപാട് ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട്, നിങ്ങളുടെ കാറ്റഗറി, പിന്നെ നിങ്ങളുടെ നാഷണാലിറ്റി അല്ലേ, കോൺടാക്ട് നമ്പേഴ്സ്, അഡ്രസ്സ്, കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല, അന്ന് പ്രത്യേകം ഇങ്ങനെ എടുത്ത് പ്രദർശിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക, ഫാദറിൻ്റെ പേര്, മദറിൻ്റെ പേര്, ഡീറ്റെയിൽസ്, കംപ്ലീറ്റ് കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക. പിന്നെ സെലക്ട് കൗൺസിലിംഗ് കാറ്റഗറി, 8ാമത്തെ പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ഈ കൗൺസിലിംഗ് കാറ്റഗറിയിൽ കുറേ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാ, എയിംസ് വേണമെങ്കിൽ അവിടെ കൊടുക്കണം, ജിപ്മർ വേണമെങ്കിൽ അവിടെ കൊടുക്കണം. ഈ 8ാമത്തെ കാറ്റഗറിയിൽ ഈ കൗൺസിലിംഗ് ഓപ്ഷൻസിൽ എയിംസ്, ജിപ്മർ, AFMC ഒക്കെ ചോദിക്കുന്നത്, അത് സെലക്ട് ചെയ്താൽ നിങ്ങളുടെ ഓപ്ഷൻസിൽ അത് ഉണ്ടാവും. ഈ ഭാഗത്ത് നിങ്ങൾ നേഴ്സിംഗ് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് നേഴ്സിംഗ് ഓപ്ഷൻസ് കിട്ടും. അപ്പോൾ ചില ആൾ പരാതി പറയും, എൻ്റെ കയ്യിൽ നേഴ്സിംഗ് കാണുന്നില്ല, എൻ്റെ കയ്യിൽ എയിംസ് കാണുന്നില്ല,
നിങ്ങളിൽ എയിംസ് കാണണമെങ്കിൽ, നിങ്ങളിൽ ജിപ്മർ കാണണമെങ്കിൽ, എയിംസ് എഫംസി കാണണമെങ്കിൽ ഈ 8ാമത്തെ ഭാഗത്ത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ സെലക്ട് ചെയ്ത് വരുന്ന സാധനങ്ങളാണ് ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് കേട്ടോ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 8th പോയിന്റ്. പിന്നെ കൗൺസിലിംഗ് ഫീസ്, ഞാൻ നേരത്തെ പറഞ്ഞ ഫീസ് ഉണ്ടല്ലോ, കൗൺസിലിംഗ് ഫീസ് പേ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. കൗൺസിലിംഗ് ഫീസ് പേ ചെയ്ത് വെരി ഇമ്പോർട്ടൻറ്റ്. ഡൗൺലോഡ് രജിസ്ട്രേഷൻ കൺഫർമേഷൻ. പല കുട്ടികൾക്കും പറ്റുന്ന അബദ്ധമാണ് ഈ അപേക്ഷ അക്ഷയയിൽ നിന്ന് കൊടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോകും. നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന എന്ത് തെളിവായുള്ളത്, എന്ത് പ്രൂഫായുള്ളത്? നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ എന്താണെന്ന്, നിങ്ങളെ ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ എത്രണ്ണം കൊടുത്തു, നിങ്ങൾക്ക് എന്ത് തെളിവായുള്ളത്? ഇതൊക്കെ ഭാവിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റാതെ വരുന്നതിന് പ്രധാന കാരണങ്ങളാണ്. ഓപ്ഷൻ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായും നിങ്ങൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കണം, അത് കയ്യിൽ വെക്കണം കേട്ടോ. പ്രിൻ്റ് ഔട്ട് എടുക്കുക, ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതിന് ശേഷം എന്ന് വെച്ചാൽ ബാക്കിയുള്ളത് എന്ന് വെച്ചാൽ ചോയ്സ് ഫില്ലിംഗ് ആണ്. അത് അടുത്തൊരു പോയിന്റിൽ ഞാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ സീറ്റ് മെട്രിക്സ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. ഫിൽ ചോയ്സസ്, ഏതൊക്കെ കോളേജുകളാണ് ഉള്ളത്, ചോയ്സ് ഫില്ലിംഗ്, എത്ര ചോയ്സ് വേണം നിങ്ങൾക്ക് കൊടുക്കാം. സേവ് ആൻഡ് റിവ്യൂ ചോയ്സസ് ചെയ്യുക. പിന്നെ ലോക്ക് യുവർ ചോയ്സ്, ലോക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഡേറ്റ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ചെക്ക് അലോട്ട്മെൻറ്റ് റിസൾട്ട്. നിങ്ങളുടെ 2 അലോട്ട്മെൻറ്റ് റിസൾട്ട് വരും, ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ടും ഫൈനൽ അലോട്ട്മെൻറ്റ് റിസൾട്ടും പരിശോധിക്കുക. പിന്നെ ആഫ്റ്റർ അലോട്ട്മെൻറ്റ് ഫ്രീസ് ഓർ ഫ്ലോട്ട്. ഒന്നും കൂടി ഞാൻ പറയാം, എന്താ ഫ്രീസ്? ആദ്യ അലോട്ട്മെൻറ്റ് 17ാം തീയതി വരുമ്പോൾ ഒരു കോളേജ് കിട്ടി, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തൃശ്ശൂർ കിട്ടി, എനിക്കത് മതി, എന്ത് ചെയ്യണം? ഫ്രീസ്. എനിക്കിത് പോരാ, അപ്ഗ്രേഡ് ചെയ്യണം, എന്താ ചെയ്യേണ്ടത്? ഫ്ലോട്ട്. ക്ലിയർ ആയോ? ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ രജിസ്ട്രേഷൻ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഒറ്റ കാര്യങ്ങളും കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കുക. എങ്ങനെയാണ് ഓപ്ഷൻ ലിസ്റ്റ് ഉണ്ടാക്കുക? അപ്പോൾ ഈ ഓപ്ഷൻ ലിസ്റ്റ് ഉണ്ടാക്കുക, ഒരിക്കലും ഇപ്പോൾ പല കുട്ടികൾ എന്നെ പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, സാർ ഒരു ഓപ്ഷൻ ലിസ്റ്റ് ഉണ്ടാക്കി തരും. ഞാൻ പറഞ്ഞു പറ്റില്ല. അത് നിങ്ങളെ സഹായിക്കാൻ മനസ്സിലാത്തതുകൊണ്ടല്ല, കാരണം നിങ്ങളാണ് ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കേണ്ടത്. 5 വർഷം നിങ്ങളാണ് പഠിക്കേണ്ടത്. ഞാൻ പറയുന്നൊരു കോളേജിൽ നിങ്ങൾ എങ്ങനെയാണ് പോയി പഠിക്കുക? അതൊരിക്കലും പോസിബിൾ അല്ല. വെറും പ്രീവിയസ് റാങ്ക് മാത്രം നോക്കിയിട്ടല്ല ഓപ്ഷൻ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാണ്, ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ താമസിക്കുന്ന ഒരു അമ്മ ഇതിനിടയ്ക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് മഞ്ചേരി മതി, ഞങ്ങൾക്ക് വേറെ എവിടെയും പോകാൻ താല്പര്യമില്ല, ഒറ്റ മോളാണ്, അതിൻ്റെ അടുത്ത് തന്നെയാണ് വീട്, അത് മതി. അപ്പോൾ അവർ കൺസിഡർ ചെയ്യുന്ന ആക്സസിബിലിറ്റിയാണ്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ കോഴിക്കോട് കിട്ടാനുള്ള മാർക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ തിരുവനന്തപുരം കിട്ടാനുള്ള മാർക്ക് ഉണ്ടാവും, പക്ഷെ അവർക്കത് മതി. അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ ചോയ്സാണ് അല്ലേ ഓപ്ഷൻ ലിസ്റ്റ്. അതിലൊരിക്കലും എനിക്ക് ഇടപെടാൻ പറ്റില്ല. ബട്ട് ഐ ക്യാൻ ഗീവ് സം സജഷൻ. പക്ഷെ വീണ്ടും ഞാൻ പറയാം, ഒരു കാരണവശാലും ഞാൻ ഈ തന്ന ലിസ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾ ഫൈനൽ ലിസ്റ്റ് ആക്കരുത്. നിങ്ങൾ ഈ വീഡിയോ കാണുക, വേറൊരു വീഡിയോ കാണുക, വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വീഡിയോ വേണമെങ്കിൽ കാണുക. ഇതിൻ്റെ ബ്ലോഗ്സ് ഉണ്ടാവും, BLOG ബ്ലോഗുകൾ, അതായത് ഇൻ്റർനെറ്റ് ബ്ലോഗുകളുണ്ട് ഇതിനെക്കുറിച്ച് എഴുതി, അത് കാണാം. യൂട്യൂബിൽ തന്നെ മറ്റ് വീഡിയോസ് കാണാം. അങ്ങനെയൊക്കെ പ്രീവിയസ് റാങ്ക് നോക്കാം. അങ്ങനെ 3ഉം 4ഉം 5ഉം മൾട്ടിപ്പിൾ ലെവൽ ആലോചിച്ച് മാത്രമേ ഫൈനൽ ഓപ്ഷൻ ലിസ്റ്റ് ഉണ്ടാകും. ഒരു വീഡിയോ, അത് എൻ്റെ വീഡിയോ എന്നല്ല, ഒരു വീഡിയോ കണ്ട് ഫൈനൽ ഓപ്ഷൻ ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കുന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുകയാണ്. 2ഓ 3ഓ കാര്യങ്ങൾ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം ഓപ്ഷൻ ലിസ്റ്റ് ഉണ്ടാക്കുക. പക്ഷെ എന്നാലും നിങ്ങളെ സഹായിക്കേണ്ട എൻ്റെ കടമയാണ് ഒരു ഓപ്ഷൻ ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കേരളത്തിലെ ഓപ്ഷൻ ലിസ്റ്റ്, കേരള, കർണാടക, തമിഴ്നാട്, ആന്ധ്ര, തെലുങ്കാനൊക്കെ ഞാൻ പറഞ്ഞുതരാം. കേരളത്തിലെ ഓപ്ഷൻ ലിസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സാണ്. ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ കോഴിക്കോട് കൊടുക്കുന്നു, സെക്കൻഡ് ഓപ്ഷൻ തിരുവനന്തപുരം കൊടുക്കുന്നു, തേർഡ് കോട്ടയം കൊടുക്കുന്നു, 4 തൃശ്ശൂർ കൊടുക്കുന്നു, 5 ആലപ്പുഴ കൊടുക്കുന്നു, 6 എറണാകുളം കൊടുക്കുന്നു, 7 മഞ്ചേരി കൊടുക്കുന്നു, 8 കണ്ണൂർ കൊടുക്കുന്നു, 9 കൊല്ലം കൊടുക്കുന്നു, 10 പാലക്കാട് കൊടുക്കുന്നു, 11 കോന്നി കൊടുക്കുന്നു, 12 ഇടുക്കി കൊടുക്കുന്നു, 13 കാസർഗോഡ് കൊടുക്കുന്നു, 14 വയനാട്. ഇനി നിങ്ങൾക്ക് വേണം വയനാട് മുന്നോട്ട് കൊടുക്കാം, കാസർഗോഡ് താഴെ കൊടുക്കാം, ഇടുക്കി ബാക്കിലോട്ട് കൊടുക്കാം, അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ലിസ്റ്റ് നേരത്തെ തയ്യാറാക്കി വെക്കാം. അപ്പോൾ ഇത് കേരളേൻ്റെ ഓപ്ഷൻ ലിസ്റ്റായി. ഇനി തമിഴ്നാട്. ഇപ്പോൾ തമിഴ്നാട് വേണമെങ്കിൽ, തമിഴ്നാടൊക്കെ ഒരുപാട് കോളേജുകളുണ്ട്. തമിഴ്നാട് ഒരു 10-38 കോളേജുകളുടെ ലിസ്റ്റ് ഞാനിവിടെ തന്നിട്ടുണ്ട് അല്ലേ. നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അല്ലേ. പറ്റുന്നുണ്ടോ? ഓക്കെ. നോക്കി തമിഴ്നാട്. പക്ഷേ ഒരിക്കലും ഇത് വെച്ചിട്ട് ഓപ്ഷൻ ലിസ്റ്റ് ഉണ്ടാക്കരുത്. ഇത് മാത്രം നോക്കിയിട്ട് ഓപ്ഷൻ ലിസ്റ്റ് ഉണ്ടാക്കരുത്. ഇതൊരു റെഫറൻസ് മാത്രമാണ്. പല ഫാക്ടേഴ്സ്, ഇത് പ്രീവിയസ് റാങ്ക് മാത്രമല്ല ഞാൻ നോക്കിയിരിക്കുന്നത്. ആക്സസിബിലിറ്റി, മലബാറിൽ നിന്ന് പോകുന്ന ഒരാൾക്ക് ആക്സസിബിലിറ്റി ആയിരിക്കില്ല, ട്രിവാൻഡ്രം സൈഡിൽ നിന്ന് പോകുന്നവർക്ക് തമിഴ്നാട് പല രീതിയിൽ അപ്രോച്ച് ചെയ്യാതെ. അതുകൊണ്ടൊക്കെ നോക്കിയിട്ടാകുമ്പോൾ ഫൈനലായിട്ട് അതിൻ്റെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ നോക്കുക, നിങ്ങളുടെ സ്ഥലത്ത് നിന്ന് എത്ര ദൂരമുണ്ട് നോക്കുക, അവിടത്തേക്ക് പോകാൻ ട്രെയിൻ, ബസ് സൗകര്യങ്ങൾ നോക്കുക, അല്ലെ അവിടുത്തെ പേഷ്യൻ്റ് ലോഡ് നോക്കുക. ഇതൊക്കെ നോക്കിയിട്ട് വേണം തയ്യാറാക്കാൻ. ഇത് ഞാനൊരു പേഴ്സണലായിട്ട് ഞാൻ തയ്യാറാക്കിയ ഒരു ഓപ്ഷൻ ലിസ്റ്റാണ്. അവിടെ കാണാം. നിങ്ങളതിൻ്റെ മുഴുവൻ ഞാൻ വായിക്കില്ല. ഇപ്പോൾ മദ്രാസ് മെഡിക്കൽ കോളേജ് ചെന്നൈ, സ്റ്റാൻലി മെഡിക്കൽ കോളേജ് ചെന്നൈ, പിന്നെ ഗവൺമെൻറ് കിൽപോക്ക് മെഡിക്കൽ കോളേജ് ചെന്നൈ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഓമന്തുരാർ ചെന്നൈ, കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് കോയമ്പത്തൂർ, മധുരൈ മെഡിക്കൽ മധുരൈ തുടങ്ങി
ലാസ്റ്റ് ഞാൻ കണ്ടു തിരുപ്പത്തൂർ, തെങ്കാശി, റാണിപ്പേട്ട്, തിരുവള്ളൂർ, ഉദകമണ്ഡലം. ഇപ്പോൾ ചിലയിലൊക്കെ ഈ ഉദകമണ്ഡലം നീൽഗിരീസൊക്കെ കുറച്ച് പുറകോട്ട് കൊടുക്കും, പിന്നെ പുതുക്കോട്ടൈ, കള്ളക്കുറിച്ചി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ ഏകദേശം എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് വെച്ചിട്ട് ആക്സസിബിലിറ്റി നോക്കി ഉണ്ടാക്കിയ ഒരു ചോയ്സ് ലിസ്റ്റാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് എടുക്കാം. തീർച്ചയായിട്ടും ഇതിൻ്റെ കൂടെ മറ്റ് ചില ഓപ്ഷൻ ലിസ്റ്റും കൂടെ നോക്കിയിട്ട് ഫൈനലായിട്ട് തയ്യാറാക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതും കൂടെ നിങ്ങൾക്ക് നോക്കാം. പിന്നെ ഇനിയിപ്പോൾ ഈ 3 സംസ്ഥാനങ്ങൾ എവിടെയൊക്കെ, ഇപ്പോൾ കർണാടക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന കണ്ടില്ലേ, ഈ 3 സംസ്ഥാനങ്ങളുടെ ഒരു ഓപ്ഷൻ ലിസ്റ്റും കൂടെ ഏകദേശം പ്രധാനപ്പെട്ട കോളേജ് എല്ലാറ്റിലും 15 വീതം കോളേജുകൾ ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ താല്പര്യം ഉണ്ടോ? ഇപ്പം ഞാൻ അതൊക്കെ വായിച്ചിട്ട് സമയം കളയുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എൻലാർജ് ചെയ്തിട്ടോ സൂം ചെയ്തിട്ടോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ബാംഗ്ലൂരു അല്ലെങ്കിൽ മൈസൂരു, ഹുബ്ലി അല്ല ബെല്ലാരി അങ്ങനെയൊക്കെ കാണാം. പിന്നെ ഗുണ്ടൂർ, വിജയവാഡ, തിരുപ്പതി, കുർണൂൾ അങ്ങനെയൊക്കെ ഓരോ കോളേജ്, ഹൈദരാബാദ്, വാറങ്കൽ. അപ്പോൾ ഇത്തരം കോളേജുകളുടെയൊക്കെ ലിസ്റ്റ് ഞാൻ അതിലൊരു ഇതൊരു എന്താ പറയേണ്ട ഒരു അപ്രോക്സിമേറ്റ് ലിസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ പല സോഴ്സുകളിൽ നിന്ന് ഇതൊക്കെ നിങ്ങൾ നോക്കണം. നിങ്ങളുടെ സ്ഥലത്ത് നിന്ന് ഇവിടത്തേക്ക് എത്ര ദൂരമുണ്ട്, അവിടുത്തെ ക്ലൈമറ്റ് എന്താണ്, അവിടുത്തെ ഭക്ഷണം എന്താണ്, ഇതൊക്കെ നേരത്തെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞിട്ട് മാത്രം ഫൈനൽ ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുക. അപ്പോൾ നമ്മുടെ ഈ പ്രോസസ്സിൽ ഏറ്റവും അവസാനത്തെ കാര്യത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഈ വീഡിയോയിലെല്ലാം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധ. പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 1 മാസമല്ല, 2 മാസമല്ല, 5 മാസമല്ല, 5 വർഷമാണ് നിങ്ങൾ അവിടെ പഠിക്കേണ്ടത്. പ്രത്യേകം ഓർമ്മിക്കുക. അപ്പോൾ അത് തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് വരാനുള്ള ആക്സസിബിലിറ്റി, അവിടുത്തെ കാര്യങ്ങൾ, അവിടുത്തെ പൊതുവെയുള്ള ജനങ്ങളുടെ സമീപനം, ഇതൊക്കെ നിങ്ങൾക്ക് പരിഗണിക്കാം. അങ്ങനെ അതിമനോഹരമായ ഒരു ഓപ്ഷൻ ലിസ്റ്റ് ഉണ്ടാക്കുക. കേരളത്തിൽ ഉണ്ടാക്കിയ പോലെ, കർണാടകത്തിൽ ഉണ്ടാക്കിയ പോലെ മറ്റു സംസ്ഥാനം അതും ഉണ്ടാക്കുക. എന്നിട്ട് ആ ഓപ്ഷൻ ലിസ്റ്റ് വളരെ കോൺഫിഡൻസോടുകൂടി ഒരു പ്രാർത്ഥനയോടുകൂടി കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഇഷ്ടപ്പെട്ട കോളേജിൽ തന്നെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊടുക്കുക. തീർച്ചയായും നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥന സഫലമാവും. നിങ്ങൾക്ക് ഏറ്റവും ആഗ്രഹമുള്ള ആ കോളേജിൽ തന്നെ കിട്ടും. ഒരിക്കൽ കൂടി ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആരൊക്കെയാണ് ഒന്നാമത്തെ കാര്യം, ഏതൊക്കെ അതിൻ്റെയൊക്കെ ഉത്തരം നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഏതൊക്കെ കോഴ്സുകളാണ് ഇതിലുള്ളത്. 3, ആരാണ് ഈ അലോട്ട്മെൻറ്റ് കൊടുക്കേണ്ടത്. എത്ര റൗണ്ടുകളുണ്ട്, ഓരോ റൗണ്ടുകളുടെയും പ്രത്യേകത എന്താണ്, ഇതിനെത്ര ഫീസ് അടക്കണം, ആ ഫീസ് റീഫണ്ടബിൾ ആണോ, എങ്ങനെ റീഫണ്ടബിൾ ആകും, ആ കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ വിവിധ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുപോകേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞത് ഏറ്റവും പ്രധാനമായിട്ട് ഇതിൽ ഓപ്ഷൻ ലിസ്റ്റ് എങ്ങനെ തയ്യാറാക്കും, ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുവിധം ഈ കാര്യങ്ങൾ വീഡിയോ 1-2 പ്രാവശ്യം കണ്ടിട്ട് നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ പോകണമെങ്കിൽ ഉറപ്പായിട്ടും നല്ല വ്യത്യാസങ്ങൾ ഉണ്ടാവും. നല്ല വ്യത്യാസങ്ങൾ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ധാരണയിൽ നല്ല വ്യത്യാസങ്ങൾ ഉണ്ടാകും, നല്ല കോൺഫിഡൻസ് ഉണ്ടാവും. അത് മാത്രമല്ല, കൃത്യമായൊരു ഓപ്ഷൻ ലിസ്റ്റ് കയ്യിലുണ്ടെങ്കിൽ മികച്ചൊരു കോളേജിൽ ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ തന്നെ നിങ്ങളുടെ റാങ്ക് അനുസരിച്ചിട്ട് കിട്ടാൻ സാധ്യതയും കൂടും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലേക്ക് വരിക, ഞാൻ ഉത്തരം തരാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.